എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറുന്നത് ചോദ്യം ചെയ്താണ് ഹർജി. ആശ ലോറൻസ് നൽകിയ ഹർജി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. പള്ളിയിൽ സംസ്കരിക്കാൻ മൃതദേഹം വിട്ടു നൽകണമെന്നും സംരക്ഷണം ഒരുക്കണമെന്നും ആശ ആവശ്യപ്പെട്ടു. എന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല. അപ്പന്റെ മകളാണ് ഞാൻ. കലൂർ കത്തർക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ പാരിഷ് അംഗമാണ്. അപ്പൻ അതൊരിക്കലും ക്യാൻസൽ ചെയ്യാൻ അപ്പം പറഞ്ഞിട്ടില്ല. അപ്പന് ഈശ്വരവിശ്വാസം ഉണ്ടോ ഇല്ലെന്നുള്ള ഇവിടുത്തെ തർക്കം. അപ്പൻ അവിടെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആയിട്ടും അപ്പച്ചൻ ആ ഒരു ലേബിള് ഒരിക്കലും മാറ്റാൻ അപ്പച്ചൻ പറഞ്ഞിട്ടില്ല. ഇത്രയും വിഷനും ഇത്രയും സ്റ്റെബേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എത്ര വന്നാലും പറയുമായിരുന്നു മരണാന്തര ചടങ്ങ് എവിടെ ആയിരിക്കുന്നത്. ഞാൻ എന്റെ മക്കളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് 10-12 വർഷമായി. അപ്പന്റെ പകുതി പ്രായം ഉള്ളപ്പോ പോലും ഞാൻ പറഞ്ഞേൽപ്പിച്ചത്. അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആശയുടെ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ രാഷ്ട്രീയമുണ്ടെന്നായിരുന്നു ലോറൻസിന്റെ മകൻ എം എൽ സജീവന്റെ പ്രതികരണം. ഹർജി കൊടുപ്പിച്ചത് BJP-കാരാണ്. മൃതദേഹം കൈമാറുന്നതിനുള്ള സമ്മതപത്രം ആശുപത്രി അധികൃതർക്ക് കൊടുത്തു കഴിഞ്ഞു. പിതാവ് എക്കാലവും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും എം എൽ സജീവൻ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധാരണക്കാർ നേരിടുക? ആ വിധത്തിൽ തന്നെ നേരിടുള്ളൂ. ഒരു വക്കീലിനെ എൻഗേജ് ചെയ്യും, വക്കീൽ പറയും ഞങ്ങൾ അതിന് വേണ്ട കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കും, അങ്ങനെ ചെയ്യും. ഇതിലെ കൃത്യമായ രേഖകളൊക്കെ തന്നെ ഇത്തരത്തിലൊരു സമ്മതപത്രം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ആശുപത്രി മെഡിക്കൽ കോളേജ്. ഞാനും എൻ്റെ സിസ്റ്ററും നൽകിയിട്ടുണ്ട്. ആശയല്ല, വേറെ സിസ്റ്ററുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ അവസാന നിമിഷം ആശ ഇങ്ങനൊരു ഹർജിയുമായിട്ട് ഇതിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ പോകാൻ? മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇതിന് പിൻകാല കുറേ പ്രവൃത്തികളുണ്ട്. ഇതിനു മുമ്പ് അപ്പച്ചൻ്റെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞിട്ട് മുനിസിപ്പൽ കോർട്ടിൽ സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. അത് പബ്ലിഷ് ചെയ്യുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അതിൻ്റെ പുറകിൽ വേറെ ചില ആൾക്കാർ ഈ ആശയം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. എം ലോറൻസ് ഈ കാര്യം നേരത്തെ തന്നെ നേതാക്കളോടും ബന്ധുക്കളോടൊക്കെ തന്നെ സംസാരിച്ചിരുന്നു, ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പല ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ട്, പരിചരിച്ചിരുന്ന പലർക്കും അറിയാം. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനാണ് മൂത്ത മകൻ, ഞാനാണ് കുറേ വർഷമായിട്ട് അപ്പച്ചനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇടപെടലാണ് ഇപ്പോൾ ആശയിലൂടെ നടത്തിയിരിക്കുന്നത്. ആയിരുന്നിരിക്കണം എന്നാണ് എൻ്റെ അനുമാനം. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ, ഇപ്പോൾ എം ലോറൻസിന്റെ പൊതുദർശനം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. 4 മണിയോടുകൂടി മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് വഴിവെച്ചത്? മക്കൾ തമ്മിൽ ഇക്കാര്യത്തിൽ വലിയ ഭിന്നതയുണ്ടെന്നാണ് വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. തന്നെ ഈ BJP-യുമായുള്ള ബന്ധം, BJP-യുമായുള്ള അടുപ്പമൊക്കെ തന്നെ ആ ആശയ്ക്കുണ്ടായ അടുപ്പമൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും അത് വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി എം ലോറൻസുമായി ആശ അത്തരത്തിൽ ഒരു അകൽച്ചയിലാണ് എന്ന തരത്തിലാണ് മറ്റു ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. പ്രായമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഈ ചികിത്സാ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാനും മറ്റു മക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഈ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇന്നലെയാണ്, ഈ മരണത്തിന് പിന്നാലെ ഇന്നലെയാണ് ഇത്തരമൊരു ആവശ്യം അവർ ആശ ഉന്നയിക്കുകയും ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മറ്റും ഇത്തരത്തിൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതിനെതിരെ അവർ രംഗത്ത് വരികയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ആശ ലോറൻസ് ഇവിടെ എത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഹർജി ഇപ്പോൾ അപ്രതീക്ഷിതമായ അവസാന മണിക്കൂറുകളിൽ ഇത്തരത്തിൽ കോടതിയിലേക്ക് എത്തുന്നത്. എന്തായാലും ഇനി പൊതുദർശനം തീരാൻ ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഏതാണ്ട് 4 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മകൻ ML സജീവൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ നേരത്തെ തന്നെ നൽകിയിരുന്നു. മാത്രവുമല്ല ഈ ആകെ 4 മക്കളാണുള്ളത്. ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ഇതിൽ മറ്റ് 2 മക്കൾ, ആശയൊഴികെയുള്ള മറ്റ് 2 പേർ, അതായത് ML സജീവനും ഒരു സഹോദരിയും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ സമ്മതപത്രം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. തന്നോട് അച്ഛൻ പലതവണ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. നേരത്തെ വിവാഹം മുതൽ, ചെറുപ്പകാലം മുതൽ എം ലോറൻസിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മതവിശ്വാസങ്ങളിൽ നിന്നും മാറി നടന്ന ഒരു ചരിത്രമാണുള്ളത്. വിവാഹം പോലും ഇത്തരത്തിൽ പള്ളിയിൽ വെച്ച് നടത്തണം എന്നൊരാവശ്യം ഉയർന്നപ്പോൾ അതിൽ തയ്യാറാവാതിരിക്കുകയും പിന്നീട് പാർട്ടി തന്നെ ഈ കാര്യം പാർട്ടിയിലൊരു ചർച്ച നടത്തുകയും അതിൽ ഈ തീരുമാനത്തിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്ത ആളാണ് എം ലോറൻസ്. ഒടുവിൽ പാർട്ടിയുടെ നിർബന്ധപ്രകാരമാണ് അന്ന് പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കാൻ പോലും എം ലോറൻസ് തയ്യാറായത്. അതിനുശേഷം ഇങ്ങോളം ഇതുവരെയുള്ള എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം അത്തരത്തിൽ ഈ മതപരമായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അവസാന മണിക്കൂറുകളിൽ, അവസാന നിമിഷം ഇത്തരമൊരു പ്രതിസന്ധിയാക്കുന്നൊരു നിലപാടെടുത്തത് അത് ആശ ലോറൻസ് ഒറ്റക്കുണ്ടാക്കുന്നൊരു തീരുമാനമല്ല. അതിനപ്പുറം അതിനൊരു രാഷ്ട്രീയമായ മാനമുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു അർജുൻ, ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അവസാന യാത്രയപ്പം കമ്മ്യൂണിസ്റ്റ് ചതിയിലൂടെയാണ്
മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് ലോറൻസ് എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്ന പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെ ആയിരുന്നു എന്നൊക്കെയാണ് ആശാ ലോറൻസ് നിരത്തുന്ന വാദങ്ങൾ. പക്ഷേ പാർട്ടിയിലെ പലരോടും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളോടും മറ്റ് മക്കളോടുമൊക്കെ തന്നെ എം ലോറൻസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് തന്നെ മൃതദേഹം വിട്ടു നൽകണം എന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സമ്മതപത്രം തയ്യാറാക്കുകയും അതുപ്രകാരമാണ് നേരത്തെ ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഈ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ പറഞ്ഞത് ഇത്തരത്തിൽ നേരത്തെ തന്നെ തീരുമാനിച്ച പ്രകാരം തന്നെ പോകും എന്നാണ്. ഇവിടെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി CN മോഹൻ അടക്കമുണ്ട്. സഖാവെ, ഇപ്പം അവസാന നിമിഷം ഒരു പ്രതിസന്ധി വന്നു, ഇങ്ങനൊരു ഹർജി വന്നതിലൂടെ ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിന് കൈമാറാൻ പാടില്ല എന്ന് മകൾ ആവശ്യപ്പെട്ടൊരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ നിലവിൽ? അല്ല, അങ്ങനെ പ്രതിസന്ധിയൊന്നുമില്ല. നമ്മൾ ഈ കാര്യത്തിൽ ഈ ബോഡിയുടെ സംസ്കാരം സംബന്ധിച്ച് എങ്ങനെ വേണമെന്ന് കുടുംബത്തോട് നിശ്ചയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാർ പറഞ്ഞു ബോഡി കൈമാറുന്നതാണ് അപ്പച്ചൻ പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പാർട്ടിയിലെ നേതാക്കളോടും നേരത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അല്ല, അദ്ദേഹം ഈ കിടപ്പിലായിരുന്ന കാലത്ത് അദ്ദേഹം മകനോടാണ് പറഞ്ഞത്. പാർട്ടിയുടെ ആൾക്കാരോട് പറഞ്ഞാലും അതിനൊക്കെ ആധികാരികം മകനല്ലേ. അപ്പോൾ മകൻ പറഞ്ഞു ഇങ്ങനെയാണ് തീരുമാനം എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ മാത്രമല്ല, മകനും പിന്നെ മകളും ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിശ്ചയിച്ചു. ഇനിയിപ്പോൾ അവർ പറയുകയാണ് അങ്ങനെയല്ല വേറെ അതിലാണെന്ന് വെച്ചാൽ നമുക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾ പക്ഷേ ഇവിടെ 4 മണി വരെ സൂക്ഷിക്കും. അവർക്കിപ്പോൾ കൊണ്ടുപോകുന്ന ആഗ്രഹമാണെങ്കിൽ കൊണ്ടുപോകട്ടെ. നിലവിൽ എന്തായാലും 4 മണി ഒരു പൊതുദർശനം നീളും. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോയി കൈമാറുകയാണോ, മൃതദേഹം കൈമാറുവാണോ, അങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കൈമാറും. അവിടെ കൊണ്ടുപോയി കൈമാറല്ലേ, ഇവിടെ നിന്ന് കൈമാറും. ഇപ്പോൾ സൂപ്രണ്ട് ഇപ്പോൾ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, കൈമാറും. വിനീത, അങ്ങനെയാണ്. എന്തായാലും നിലവിൽ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല കുടുംബം നേരത്തെ ഉന്നയിച്ച ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നും ഇപ്പോൾ ജില്ലാ സെക്രട്ടറി CN മോഹൻ അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പൊതുദർശനം പൂർത്തിയാകും. അതിനുശേഷം ഈ ടൗൺ ഹാളിൽ വെച്ച് തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്ന ഒരു നടപടിയിലേക്ക് കടക്കും. 4 മണിയോടുകൂടി തന്നെ മൃതദേഹം